പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂരുള്ള KSRTC ഡിപ്പോയ്ക്ക് പുറത്താണ്. ഈ ഡിപ്പോയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവും ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവറായിട്ടുള്ള യദു എന്ന് പറയുന്ന ആ വ്യക്തിയുമായി ഉണ്ടായിട്ടുള്ള കശപിശയെ തുടർന്ന് ഇവിടെ നിന്ന് ഈ ഡിപ്പോയിൽ നിന്നാണ് ആ യദു എന്ന് പറഞ്ഞ ഡ്രൈവർ ഓടിച്ചിരുന്ന ബസ്സിൻ്റെ മെമ്മറി ചിപ്പ് നഷ്ടപ്പെട്ടത്. ആ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അത് സംബന്ധിച്ച് പുതിയ വിഷയങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ രണ്ട് ഭാഗം ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഒന്ന്, ഈ മേയറുടെ ഭർത്താവും കാണിച്ചത് താൻ പ്രമാണിത്തമാണെന്നും അഹങ്കാരമാണ് എന്നുമുള്ള നിലയിലുള്ള ഒരു ചർച്ച ഒരു വശത്ത് നടക്കുന്നുണ്ട്. മറുവശത്ത് മേയർ ആര്യ രാജേന്ദ്രനെ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പീഡിപ്പിക്കുന്നുവെന്നും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അവർക്കെതിരെ സൈബർ ലിഞ്ചിങ് നടക്കുന്നു എന്നുമുള്ള വാദഗതി ഉയർന്നു വന്നിട്ടുണ്ട്. അതിനിടയിൽ ഈ തന്നോടും ഈ യദു എന്ന് പറഞ്ഞ ഡ്രൈവർ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവ നടി രംഗത്ത് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. CPMൻ്റെ അണികളൊക്കെ പറയുന്നത് ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വനിതയായിട്ടുള്ള ഈ സ്ത്രീയെ മാനസികമായി പീഡിപ്പിക്കുകയാണ്, അവരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സൈബർ സ്റ്റോക്കിങ്ങും സൈബർ ലിഞ്ചിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ആര്യ രാജേന്ദ്രന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഈ സൈബർ കമ്മികൾ. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഇവിടെ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സൈബർ കമ്മികൾ മാത്രമല്ല, പൊതുജനങ്ങളും യഥാർത്ഥത്തിൽ കരയണമെങ്കിൽ അത് ആര്യ രാജേന്ദ്രനെ ഓർത്തല്ല എന്നും KSRTC എന്ന് പറയുന്ന ഈ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന 9,000-ലധികം വരുന്ന ഡ്രൈവർമാർക്കും അത്രയും തന്നെയോളം വരുന്ന കണ്ടക്ടർമാർക്കും വേണ്ടിയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. നമ്മൾ കരയുകയാണെങ്കിൽ, നമ്മൾക്ക് മനോവ്യഥ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ മനോദുഃഖം നമുക്ക് അനുഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ അനുഭവിക്കേണ്ടത്, നമ്മൾ കരയേണ്ടത്, നമ്മൾ ദുഃഖിക്കേണ്ടത് KSRTCയിൽ മൃഗതുല്യമായി ജീവിക്കുന്ന കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും വേണ്ടിയാണ് എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. അതല്ലാതെ അധികാരത്തിൻ്റെ ശീതളഛായയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു വനിതയ്ക്ക് വേണ്ടിയല്ല. അതാണ് എൻ്റെ ആദ്യത്തെ വാദം. സുഹൃത്തുക്കളെ, ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കൊടും ചൂട് അല്ലേ? നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ബുദ്ധിമുട്ടുകയാണ് നമ്മൾ ഈ കൊടും ചൂടിൽ. 32 മുതൽ 40 ഡിഗ്രി വരെ ചൂടിൽ ആണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വീട്ടിനകത്തിരുന്നാൽ പോലും വീർത്ത് കുളിക്കുകയാണ് നമ്മൾ. അങ്ങനെയുള്ള കൊടും ചൂടിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് യാത്രക്കാരെ കൊണ്ട് ദിവസവും ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ അനുഭവിക്കുന്ന കൊടിയ ദുരിതം, കൊടിയ പീഡനം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നമ്മളൊരു ഡ്രൈവർ എന്തോ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവർമാരെയും KSRTCയെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുകയാണല്ലോ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം അവതരിപ്പിച്ച ആ സിനിമാ നടി തന്നെ പറയുന്നുണ്ടോ, KSRTC ബസ് വരുമെന്ന് പറഞ്ഞാൽ അപ്പം മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് KSRTCയെയും അവിടുത്തെ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ഒക്കെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയാണല്ലോ. ആ സാഹചര്യത്തിൽ അവരനുഭവിക്കുന്ന കൊടിയ പീഡനം അത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം. സുഹൃത്തുക്കളെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് ബസ്സിലാണ്. ആ ബസ്സിലൊക്കെ ജീവിക്കുന്ന സമയത്ത് ഈ ബസ്സിലെ കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും ഒക്കെ അവരനുഭവിക്കുന്ന കൊടിയ മാനസിക പീഡനവും സമ്മർദ്ദത്തെക്കുറിച്ചും നേരിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നേരിട്ട് കാണാൻ ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ, ഞാൻ ചില കണക്കുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, 30/3/2023 സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ 1,63,00,000 ചില്ലുവാനം വാഹനങ്ങളുണ്ട്. 1,63,00,000 ചില്ലുവാനം വാഹനങ്ങൾ. 2013 കണക്കുകൾ ഞാൻ നോക്കുമ്പോൾ 68 ലക്ഷം വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് കേരളത്തിൽ 1 കോടിയാണ് വാഹനങ്ങളുടെ എണ്ണത്തിൽ വന്ന വർധന. 1 കോടി വാഹനങ്ങളുടെ എണ്ണത്തിൽ 10 വർഷം കൊണ്ട് വർധനയുണ്ടായെങ്കിൽ ഒരു വർഷം 10 ലക്ഷം വാഹനങ്ങളാണ് നമ്മുടെ റോഡുകളിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ആലോചിക്കണം. അതിൻ്റെ ഗൗരവാവസ്ഥ എപ്പോഴാണ് മനസ്സിലാകുന്നതെന്നറിയാമോ? കേരളത്തിലാകെയുള്ള റോഡുകളുടെ ദൂരമെന്ന് പറയുന്നത് വെറും 2,35,000 കിലോമീറ്ററാണ് സുഹൃത്തുക്കളെ.
2,35,000 കിലോമീറ്റർ റോഡിലാണ് 1,68,00,000 വാഹനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കണം നമ്മൾ. അതിലേതാണ്ട് 1 കോടിയോളം സ്കൂട്ടറുകളാണ്, ഏതാണ്ട് 50,000-ഓളം ബസ്സുകളാണ്, 34 ലക്ഷത്തോളം കാറുകളാണ്, ഏതാണ്ട് 7 ലക്ഷത്തോളം വരുന്നത് ഓട്ടോറിക്ഷകളാണ്. അപ്പോൾ 2,35,000 കിലോമീറ്റർ റോഡിൽ 1,68,00,000 വാഹനങ്ങൾ ഓടുന്നതിനിടയിലാണ് ഈ ഡ്രൈവർമാർ ഈ ദുരിതം സഹിച്ചുകൊണ്ട് അവർ ഈ ബസ്സുകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? എന്തുമാത്രം കൊടിയ പീഡനവും മാനസിക സമ്മർദ്ദവുമാണ് KSRTC ഡ്രൈവർമാർ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ ഒരു വേളയെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാലോചിച്ച് നോക്കൂ. ഇപ്പോൾ 8 മണിക്കൂറാണ് അവരുടെ ജോലി സമയം. ആ 8 മണിക്കൂർ ജോലി സമയം എല്ലാ ദിവസവും 8 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി എന്ന നിലയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാം. 8 മണിക്കൂറാണ് ജോലി സമയമെങ്കിൽ പോലും എന്തുമാത്രം പീഡനം അനുഭവിക്കേണ്ടി വരും ഡ്രൈവർമാർക്ക്. അവർക്ക് 8 മണിക്ക് ജോലിക്ക് കയറണമെങ്കിൽ അവർ 6 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അവരിവിടെ വന്ന് ജോലിക്ക് കയറുന്നു. 8 മണിക്കൂർ അവർ ഈ പറയുന്ന ട്രാഫിക് കൊണ്ട് നിറഞ്ഞ ഈ റോഡിൽ കൂടി ബസ്സുകൾ ഓടിക്കുന്നു. 8 മണിക്കൂർ കഴിഞ്ഞ് വൈകിട്ട് അവർ ജോലിയിൽ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം ഈ ട്രാഫിക് ബ്ലോക്കും ഈ ദുരിതവും എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 2-3 മണിക്കൂർ കഴിയില്ല. അപ്പോൾ 8 മണിക്കൂർ ജോലി എന്ന് പറയുന്നത് തന്നെ ഫലത്തിലൊരു 10-12 മണിക്കൂർ ഡ്രൈവർമാർ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. അവിടെ അവർ സഹിക്കുന്ന കൊടിയ മാനസിക സമ്മർദ്ദം, മാനസിക പീഡനം നമ്മളത് അനുഭവിക്കണം, ആലോചിക്കണം. ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സിംഗിൾ ഡ്യൂട്ടി ആക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാഴ്ച 48 മണിക്കൂർ എന്നുള്ളത് 56 മണിക്കൂറാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നു. ആരാണ് ആ നീക്കം നടത്തുന്നത്? ആഗോളതലത്തിൽ തന്നെ 8 മണിക്കൂർ തൊഴിൽ സമരം എന്ന് പറഞ്ഞുകൊണ്ട് ഉദാത്തവും ഉജ്ജ്വലവുമായിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുള്ള CPMൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ളൊരു ഗവൺമെൻറ് ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവർമാർക്ക് സിംഗിൾ ഡ്യൂട്ടി ആക്കി അവരെ ഒരു ദിവസം 12 മണിക്കൂർ ജോലി ചെയ്യണമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു. 8 മണിക്കൂർ ജോലി ചെയ്യാൻ അവർക്ക് തടസ്സമൊന്നുമില്ല. അവർ 8 മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അത് 12 മണിക്കൂർ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സമ്മർദ്ദത്തെക്കുറിച്ചിട്ട് ഞാൻ ചില ഡ്രൈവർമാരോടൊക്കെ സംസാരിച്ചപ്പോൾ ഞെട്ടിപ്പോയി. കാരണം അവർ പറയുന്നത് 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ബസ് ഓടിച്ചാൽ മതി, ഒരു റൂട്ടിലേക്ക് അവർക്ക് പോയാൽ മതി. സ്വാഭാവികമായും ഒരു ബസ് ഓടിക്കുമ്പോഴും ഒരു റൂട്ടിലേക്ക് പോകുമ്പോഴും അവർ ആ ബസ്സുമായി താതാത്മ്യം പ്രാപിക്കുന്നു. കുഞ്ഞിനെ പോലെയാണ് അവർ ബസ് കൊണ്ടു കിടക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ആ ബസ്സിനുണ്ടാകുന്ന ക്ലച്ചിനുണ്ടാകുന്ന പ്രശ്നം, ബ്രേക്കിനുണ്ടാകുന്ന പ്രശ്നം, മറ്റ് മെക്കാനിക്കൽ പ്രശ്നങ്ങൾ ഇതെല്ലാം അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ പോലെ അവർ കൊണ്ടു കിടക്കുന്നു. എന്നാൽ സിംഗിൾ ഡ്യൂട്ടി ആയിക്കഴിഞ്ഞാലോ? സിംഗിൾ ഡ്യൂട്ടി ആയിക്കഴിഞ്ഞാൽ അവരുടെ ബയോളജിക്കൽ ക്ലോക്ക് പൂർണ്ണമായി തെറ്റുന്നു. കാരണം 7 ദിവസവും 7 ദിശകളിലേക്കാണ് അവർക്ക് ബസ് ഓടിക്കേണ്ടത്. 7 ദിവസവും 7 വ്യത്യസ്ത ബസ്സുകളാണ് അവർക്ക് ലഭിക്കുന്നത്. സ്വാഭാവികമായും അത് അവരിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം, അതിൻ്റെ പുറത്താണ് ട്രാഫിക്കിൽ ഉണ്ടായിട്ടുള്ള വർധന. അതെല്ലാം എങ്ങനെയാണ് അവർക്ക് സഹിക്കാൻ കഴിയുക എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ ഇത് സിംഗിൾ ഡ്യൂട്ടി ആക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ്റെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ വലിയ ശ്രമം നടന്നു. ഏതാണ്ട് ഒരു 6 ഡിപ്പോകളിൽ അതാക്കി അങ്ങോട്ട് സിംഗിൾ ഡ്യൂട്ടി ആക്കി മാറ്റുകയുണ്ടായി. എന്നാൽ വലിയ തോതിലുള്ള വിമർശനം, പ്രതിഷേധം, പ്രതിരോധം ഈ ബസ് ഡ്രൈവർമാരുടെ ഇടയിൽ നിന്ന് ഉണ്ടായിരുന്നു. തൽക്കാലം അത് മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഏത് സമയം വേണമെങ്കിലും സിംഗിൾ ഡ്യൂട്ടിയിലേക്ക് മാറാം എന്നാണ് ഡ്രൈവർമാരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിലയിലേക്ക് പോയാൽ അതിഭീകരവും ഭയാനകവുമായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിഭീകരമായിട്ടുള്ള സമ്മർദ്ദം അവരനുഭവിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കൊടിയ ചൂടിൽ ബസ് ഡ്രൈവർമാർ ഓടിക്കുകയാണ് ബസ്സുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2,35,000 കിലോമീറ്റർ റോഡിൽ 1,68,00,000 വാഹനങ്ങളാണ് സുഹൃത്തുക്കളെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദേശീയപാതയുടെ തന്നെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ദേശീയപാത മുഴുവൻ കുഴിച്ചിട്ടിരിക്കുകയല്ലേ. ആ കുഴിച്ചിട്ടിരുന്ന കുഴികളുടെ ഇടയിലൂടെയാണ് ഈ പാവപ്പെട്ട KSRTC ഡ്രൈവർമാർ ഈ ബസ്സുകൾ ഓടിക്കുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ 8 മുതൽ 14 വർഷം വരെ പഴക്കമുള്ള പഴഞ്ചൻ ബസ്സാണ് ഡ്രൈവർമാരിപ്പം ഈ റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ എന്താ? ഈ കുഴിച്ചിട്ടിരിക്കുന്ന വഴിയിൽ, അതായത് ദേശീയപാത മുഴുവൻ 6 വരി പാതയുടെ ഭാഗമായി കുഴിച്ചിട്ടിരിക്കുകയാണ്. ആ കുഴിച്ചിട്ടിരിക്കുന്ന വഴിയിലൂടെ ഇവർ വണ്ടി ഓടിക്കുകയാണ്. ഓടിക്കുമ്പോൾ അവർ പറയുന്നത് വണ്ടി ഓടിക്കുന്നതിൻ്റെ സമയം, അതായത് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ദൂരം വണ്ടി ഓടണം എന്നുള്ളൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം എടുത്തത് 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുന്ന് എറണാകുളം വരെ ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കാനായി അനുവദിച്ചിരിക്കുന്നത് 5 മണിക്കൂർ 30 മിനിറ്റാണ്. സുഹൃത്തുക്കളെ, 5 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് ഈ ദേശീയപാതയിലൂടെ ആലപ്പുഴ വരെ പോലും പോകാൻ കഴിയുമോ? ആലോചിച്ച് നോക്ക്. 3 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ആലപ്പുഴയിൽ 4-5 മണിക്കൂർ കൊണ്ടാണ് എത്തുന്നത് ബസ്സുകൾ. കാരണം ഈ വഴി മുഴുവൻ കുഴിച്ചിട്ടിരിക്കുകയാണ്. വഴി മുഴുവൻ കുഴിച്ചിട്ടിരിക്കുന്നു. 2, ഡ്രൈവർമാർ പറയുന്നത് ഈ ഫെയറുകൾ, അതായത് യാത്രാക്കൂലി പുനഃപരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സ്റ്റോപ്പുകൾ വരികയാണ്. കൂടുതൽ സ്റ്റോപ്പുകൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആളുകൾ ഇറങ്ങാനും കയറാനും കൂടുതൽ സമയം വേണ്ടി വരുന്നു.
അപ്പോൾ അങ്ങനെ ആളുകൾ ഇറങ്ങാനും കയറാനും കൂടുതൽ സമയം വേണ്ടി വരുമ്പോൾ പിന്നെ ബസ്സുകൾ കൂടുതൽ താമസിച്ചെത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് എന്താണ്? ഡ്രൈവർമാർ വലിയ തോതിലുള്ള പീഡനം അനുഭവിച്ച് ഈ അതിഭീകരമായിട്ടുള്ള ട്രാഫിക്കുള്ള ഈ വഴികളിലൂടെ അവർക്ക് പിന്നെ ബസ് സമയത്ത് ഓടിച്ചെത്താൻ കഴിയുന്നില്ല. ഇത് അവരുടെ മേലുള്ള സമ്മർദ്ദം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു. ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഡ്രൈവർമാരുടെ ഇടയിൽ രോഗാതുരത വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഡ്രൈവർമാർ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് എന്നോടൊരു അവരുടെ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് പറഞ്ഞത്, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ മരണനിരക്കുള്ളത് KSRTCയിലാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ നിലയിൽ അതിഭീകരമായിട്ടുള്ള സമ്മർദ്ദത്തിനിടയിൽ ജീവിക്കുന്ന ഡ്രൈവർമാർ. ഇനി കണ്ടക്ടർമാരുടെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കണ്ടക്ടർമാരുടെ ഇടയിൽ വനിതാ കണ്ടക്ടർമാരുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ പരിതാപകരമല്ലേ സുഹൃത്തുക്കളെ? ഞാൻ ഇന്നാളൊരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് രാവിലെ 5 മണിക്ക് പിന്നെ കിഴക്കേക്കോട്ടയിൽ നിന്നൊരു ബസ്സിൽ കയറിയപ്പോൾ ആ ബസ്സിലുണ്ടായിരുന്ന ഒരു വനിതാ കണ്ടക്ടറായിരുന്നു. 5 മണിക്കാണ് ആ ബസ് യാത്ര തുടരുന്നത്. പോത്തൻകുളമൊക്കെ മറ്റുള്ള ബസ്സാണ്. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ വെള്ളായണിയിലും കണ്ടാണ് ആ വനിത താമസിക്കുന്നത്. അവർക്ക് ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട്. അവർ വീട്ടിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങുമെന്നാണ് പറയുന്നത്. 4 മണിക്ക് അവർ ഇറങ്ങി സ്കൂട്ടറിൽ ഇവിടെ വന്ന് അവർ 5 മണിക്ക് ഈ ബസ്സിൽ ഡ്യൂട്ടിക്ക് കയറുകയാണ്. വൈകിട്ട് 6 മണിക്കാണ് അവർ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അവരെപ്പോഴായിരിക്കും വീട്ടിൽ ചെല്ലുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത്രയ്ക്ക് മാനസികമായിട്ടുള്ള പീഡനം, സമ്മർദ്ദം ഇതിൽ പ്രവർത്തിക്കുന്ന വനിതാ കണ്ടക്ടർമാർ. അതിൽ പല വനിതാ കണ്ടക്ടർമാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ രോഗങ്ങളുണ്ട്. കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ ബസ്സിൽ നിൽക്കുകയാണ്. ഒരു ദിവസം ഞാൻ പോത്തൻകുളയ്ക്കുള്ള ബസ്സിൽ കയറി ശ്രീകാര്യത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഏതാണ്ട് 150 പേരോളം ഉണ്ട് ആ ബസ്സിൽ. 150 പേരുള്ള ആ ബസ്സിൽ ജോലിയെടുക്കുന്ന വനിതാ കണ്ടക്ടറുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. എല്ലാം രോഗികൾ, മുട്ടിന് അസുഖം, പിടലിക്ക് അസുഖം, മറ്റു പല രോഗങ്ങൾ. ഇത്തരത്തിൽ വലിയ തോതിൽ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് KSRTCയിലെ 4000-ഓളം വരുന്ന ഡ്രൈവർമാരും 4000-ഓളം വരുന്ന കണ്ടക്ടർമാരും. ഇന്ന് അവരുടെ അവസ്ഥ എന്താ? അവർക്ക് ഒരു മാസത്തിൽ ഒരു തവണയാണോ ശമ്പളം കിട്ടുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് ശമ്പളം കിട്ടാൻ 2 ദിവസം താമസിച്ചാൽ അവരെന്ത് ചെയ്യും? അവർ സമരം ചെയ്യും. ഇവർക്കത് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അവർക്ക് ഒരു മാസത്തിൽ 2 തവണയാണ് ശമ്പളം. 1-ാം ഗഡു കിട്ടേണ്ടത് 1-ാം തീയതിയാണെങ്കിൽ അവർക്ക് ആ ഗഡു ശമ്പളം കിട്ടുന്നത് 15-ാം തീയതിയാണ്. 15-ാം തീയതി കിട്ടേണ്ട ശമ്പളം 30-ാം തീയതിയാണ് കിട്ടുന്നത്. 30-ാം തീയതി കിട്ടേണ്ട ശമ്പളം അടുത്ത 15-ാം തീയതിയാണ് കിട്ടുന്നത്. അപ്പോൾ ഫലത്തിൽ ഏതാണ്ട് 2 മാസം കൂടുമ്പോഴാണ് അവർക്ക് ആ പാവപ്പെട്ട കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും ശമ്പളം കിട്ടുന്ന സുഹൃത്തുക്കളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എന്ന് മാത്രമല്ല ഒരു ആനുകൂല്യങ്ങളും അവർക്ക് കൊടുക്കുന്നില്ല. അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യം 5 ലക്ഷത്തിന് വേണ്ടി അവർ ആവശ്യപ്പെട്ടാൽ അതിൽ 50,000 അവർക്ക് കൊടുക്കുന്നത്. അത് 3-4 മാസം കഴിഞ്ഞു. അതിലൊരാൾ എന്നോട് പറഞ്ഞത് പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 250 കോടി രൂപയോളം KSRTC പിരിച്ചു വെച്ചിട്ട് അത് ഇവരുടെ പെൻഷൻ ഫണ്ടിലേക്ക് ഇടുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ നിലയിൽ അതിഭീകരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന, അതിഭീകരമായിട്ടുള്ള മനോവേദന അനുഭവിക്കുന്ന ഈ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ കരയേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അധികാരത്തിൻ്റെ ശീതളഛായയിൽ ജീവിക്കുന്ന ഈ മേയറെ പോലെയുള്ള ആര്യ രാജേന്ദ്രനെ പോലെയുള്ള ജനപ്രതിനിധികൾക്ക് വേണ്ടിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കേരളീയർ ഒറ്റക്കെട്ടായി മൃഗതുല്യരായി ജീവിക്കുന്ന KSRTC ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും പുറകിൽ അണിനിരക്കുകയും അവർക്ക് ന്യായമായിട്ടുള്ള വേതന വ്യവസ്ഥകൾക്ക് വേണ്ടി വലിയ പോരാട്ടം നടത്താൻ, വലിയ സമരമുഖമുയർത്താൻ കേരളത്തിലെ ജനങ്ങളാകെ തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിനു പകരം ഇത്രയും വലിയ സേവനം ചെയ്യുന്ന, ഇത്രയും വലിയ മനോവ്യഥയും മനോദുഃഖവും അനുഭവിച്ചുകൊണ്ട് സേവനം ചെയ്യുന്ന ആ കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും ഒക്കെ മൊത്തത്തിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത്യന്തം അപലപനീയമാണ് എന്നും അത് എല്ലാ അർത്ഥത്തിലും ആദ്യാവസാനം നമ്മൾ ഇത്തരം ശ്രമങ്ങളെ എതിർക്കേണ്ടതുമാണ് എന്നാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് എൻ്റെ ഏറ്റവും വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.